നമുക്കറിയാം, കൃത്യം 3 മാസങ്ങൾക്ക് മുൻപാണ് കേരളത്തിന്റെ തലസ്ഥാനത്തിന്റെ ഹൃദയഭാഗത്ത് ടൺ കണക്കിന് മാലിന്യം കെട്ടിക്കിടന്ന ആമയിഴഞ്ചാൻ തോട്ടിലേക്ക് മനുഷ്യവിസർജ്യം അടക്കമുള്ള ഒരു മാലിന്യ കോട്ടയിലേക്ക് ഒരു മനുഷ്യനെ ഇറക്കിവിട്ടത്. മിനിറ്റുകൾക്കകം ആ മനുഷ്യൻ മരിച്ചു. മണിക്കൂറുകൾ കഴിഞ്ഞ് തിരച്ചിലിനൊടുവിലാണ് ശരീരം പോലും കണ്ടുകിട്ടിയത്. ഇതൊക്കെ എല്ലാ മലയാളികൾക്കും അറിയാവുന്ന കാര്യമാണ്, ഒരിക്കലും മറക്കാനാവാത്ത കാര്യവും. രാജ്യം 155-ാം ഗാന്ധി ജയന്തി ആഘോഷിക്കുമ്പോൾ കേരളത്തിന്റെ തലസ്ഥാനത്ത് പലയിടങ്ങളിലും വലിയ ആഘോഷം നടക്കുകയാണ്. കേന്ദ്ര സർക്കാരിന്റെ സ്വച്ഛതാ ഹി സേവയുടെ ഭാഗമായി പലയിടങ്ങളിലും ശുചിത്വ പരിപാടികളും പരിസ്ഥിതി പരിപാലനങ്ങളും മാലിന്യമുക്ത പരിപാടികളും ഒക്കെ സംഘടിപ്പിക്കുന്നു. കേരള സർക്കാരാണെങ്കിൽ പലയിടങ്ങളിലും ഗാന്ധി ജയന്തി പരിപാടികളൊക്കെയും കൊഴുപ്പിക്കുകയാണ്. ഒരു മനുഷ്യന് കിട്ടാവുന്നതിൽ ഏറ്റവും ദയനീയമായ മരണം നൽകിയത് ആരാണ്? സർക്കാരാണോ? ടൺ കണക്കിന് മാലിന്യങ്ങൾ അടിഞ്ഞു കിടക്കുന്ന ആമയിഴഞ്ചാൻ തോട്ടിലേക്ക് ജോയിയെ അടക്കമുള്ള മനുഷ്യരെ ഇറക്കി വിടുന്നതിൽ സർക്കാരിനോടൊപ്പം തന്നെ നമുക്കും പങ്കില്ലേ? സ്കൂട്ടറിൽ വന്ന വഴിയരികിൽ ആരുമില്ലെന്ന് കണ്ടാൽ മാലിന്യം എറിഞ്ഞിട്ട് പോകുന്നത് നമ്മൾ ഓരോരുത്തരും തന്നെയാണ്. വലിയ വാഹനങ്ങളിൽ അറവു മാലിന്യങ്ങൾ അടക്കം തള്ളി കടന്നു പോകുന്ന എത്രയോ മനുഷ്യർ. എന്തെങ്കിലും ഒന്ന് വന്നാൽ മുറവിളി കൂട്ടാനല്ലാതെ നമുക്ക് എന്താണ് ചെയ്യാൻ സാധിക്കുന്നത്? ജോയിയുടെ മരണം സംഭവിച്ചിട്ട് പോലും എന്താണ് ഇവിടെ ഉണ്ടായത്? മാനുവൽ സ്കാവഞ്ചിങ്, അതായത് തോട്ടിപ്പണി നിർത്തലാക്കിയ ഒരു രാജ്യത്താണ് ജോയി എന്ന മനുഷ്യൻ മാലിന്യം നീക്കം ചെയ്യാൻ ഇറങ്ങി മരണപ്പെട്ടത്. എല്ലാത്തിനും പോംവഴിയാണ് വേണ്ടത്. ഇനിയും ഇത് സംഭവിക്കരുത് എന്ന് പറയുന്നതല്ലാതെ ഇവിടെ എന്താണ് നടക്കുന്നതെന്ന്, എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ മുറവിളി മാത്രമാണ് സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നതെന്നും നമുക്കറിയാം. അടുത്തത് സംഭവിക്കുന്നത് വരെ പോലും ആ മുറവിളി നീണ്ടു നിൽക്കില്ല എന്ന് നമുക്കറിയാം. ആവർത്തിക്കപ്പെടുമ്പോഴും പുതിയ ഒറ്റപ്പെട്ട സംഭവമായി വിലയിരുത്തപ്പെടുകയാണ് ജോയി. മറുപടിയല്ല വേണ്ടത്, മറുനടപടിയാണ് ഇതിനൊക്കെ വേണ്ടത്. ജോയിയുടെ സംഭവം ഉണ്ടായിട്ടും അങ്ങോട്ടും ഇങ്ങോട്ടും രാഷ്ട്രീയ യുദ്ധം നടക്കുമ്പോൾ പോലും നമ്മൾ ഓർക്കുന്നില്ല, നമ്മൾ ഓരോരുത്തരും തന്നെയാണ് നമ്മുടെ അന്ധകരത. രാജഭരണകാലത്തായാലും ജനാധിപത്യത്തിലായാലും ഭരിക്കുന്നവർക്ക് ഇച്ഛാശക്തി ഉണ്ടാകണം. ഇത്രമേൽ മലിനമായിരുന്നോ തിരുവനന്തപുരം എന്ന് ജോയി എന്ന മനുഷ്യന്റെ മരണത്തിൽ വിലപിക്കുന്നതിനോടൊപ്പം തന്നെ കേരളം ചിന്തിക്കേണ്ടിയിരിക്കുന്നു. ജോയിയുടെ മൃതദേഹം കണ്ടെത്തുന്നത് തകരപ്പറമ്പ് ഭാഗത്തായിട്ടായിരുന്നു. റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ഏകദേശം 600 മീറ്റർ മാറിയാണ് ഇത്. അതിനിടയിൽ നിരവധി വളവുകളും തിരിവുകളും ഒക്കെ തന്നെ ഉണ്ട്. വെള്ളത്തിന്റെ ഒഴുക്കും ശക്തിയുമായിരിക്കാം ശരീരം അവിടെ വരെ എത്തിച്ചത്. ഒരിക്കലും അനുവദിക്കാൻ പാടില്ലാത്ത കാര്യമായിരുന്നു അന്ന് സംഭവിച്ചത്. ഒരാളെ ഒറ്റയ്ക്ക് മാലിന്യം നീക്കാൻ ഇറക്കുക എന്നത് സംഭവനീയമല്ല. സാധാരണ ഒറ്റയ്ക്കുള്ള വൃത്തിയാക്കൽ നടക്കാറില്ല ഇവിടെ. മാത്രവുമല്ല, ഇറങ്ങുന്നവർ അരയിൽ പ്ലാസ്റ്റിക് കയറൊക്കെ കെട്ടിയായിരിക്കും ഇറങ്ങാറുള്ളത്. ഒരുപക്ഷെ അയാളുടെ ജീവിത അവസ്ഥയായിരിക്കാം വരും വരായകളെ കുറിച്ച് ആലോചിക്കാതിരുന്നതും അതിനോടൊപ്പം തന്നെ അതിലേക്ക് ഇറങ്ങിയതും. ഇന്നത്തെ അത്ര മലിനമായ ഒന്നായിരുന്നില്ല ആമയിഴഞ്ചാൻ തോട്. ഇത് MG ശശിഭൂഷണാണ് പറയുന്നത്. 1960കളിൽ കുന്നുകുഴി ഭാഗത്തെ തോട്ടിൽ ആളുകൾ കുളിച്ചിരുന്നു അത്രേ. ഏണിപ്പടികളിൽ നന്ദൻകോടുള്ള ഒരു നീർച്ചാലിനെ കുറിച്ച് തെളിമയുള്ള വെള്ളം എന്നാണ് പണ്ട് തകഴി പറഞ്ഞിരുന്നത്. 1939ലാണ് തകഴി ലോ കോളേജിൽ പഠിക്കുന്നത്. ആ കാലത്തൊക്കെ ജലാശയങ്ങൾ വൃത്തിയായി സംരക്ഷിക്കപ്പെട്ടിരുന്നു. 1948ൽ തിരുവിതാംകൂർ ലയനം സംഭവിക്കുന്നത് വരെ ജനങ്ങൾ നിയമങ്ങളെ പോലും ഭയപ്പെട്ടിരുന്നു. അതിനുശേഷമാണ് മനോഹരമെന്ന് നമ്മൾ വിശ്വസിക്കുന്ന ഈ ജനാധിപത്യം വരുന്നത്. ഇത്രയും സാങ്കേതിക വിദ്യ ഉണ്ടായിട്ടും ഒരു മനുഷ്യൻ തന്നെ ഇന്നും ഇതൊക്കെ ചെയ്യാൻ കാരണമാകുന്നത് നമ്മൾ ഓരോരുത്തരും തന്നെയാണ് കാരണക്കാരാകുന്നത്. ഈ ഗാന്ധി ജയന്തി ദിവസത്തിൽ ജോയിയെ ഓർക്കാതിരിക്കാൻ നമുക്ക് കഴിയില്ല. റെയിൽവേയും കോർപ്പറേഷനും ജോയിയുടെ മരണത്തിൽ തമ്മിൽ തല്ലിയപ്പോഴും നോക്കുകുത്തികളായി നിന്ന നമ്മളൊക്കെയും അതിൻ്റെ ഉത്തരവാദികൾ തന്നെയാണ്. മാസങ്ങൾ കഴിഞ്ഞിട്ടും എന്താണ് അവസ്ഥ? ഇതിനൊരു മാറ്റവും ഉണ്ടാകില്ല എന്നത് തന്നെയാണ് ഇവിടുത്തെ അവസ്ഥ.